OET റീഡിങ്ങിൻ്റെ അകത്ത് പാർട്ട് സിക്കകത്ത് സാധാരണഗതിയിൽ പ്രോനൗൺ വരാറുണ്ട്. അത് സാധാരണ വരാറുള്ള ദേ, ഇറ്റ് എന്നുള്ള പ്രോനൗണാണ് കൂടുതലും വരുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇൻ ദ പാരഗ്രാഫ് ദ വേർഡ് ദേ റെഫേഴ്സ് ടു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഓപ്ഷനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് സിൻഡ്രംസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റഡീസ് ഉണ്ട്, ഒറിജിൻസ് ഉണ്ട്. അപ്പോൾ ഈ ദേ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതെപ്പോഴും ഒരു പ്ലൂറലായ ഒരു നൗണിന് വേണ്ടിയായിരിക്കും അത് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ്റെ അകത്ത് നോക്കിയാലും എല്ലാം പ്ലൂറൽ നൗണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ദേ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരുടെ പ്ലൂറലിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള ഒരു തെറ്റായ ധാരണ നമുക്കുണ്ട്. അപ്പോൾ ദേ എന്ന് പറയുന്ന പ്രോനൗൺ മനുഷ്യന്മാരുടെ പ്ലൂറലിന് മാത്രമല്ല, മറിച്ച് നമുക്ക് ജീവനില്ലാത്ത വസ്തുവിൻ്റെയും പ്ലൂറലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിത് പാരഗ്രാഫിലൊന്ന് വായിക്കാം. സ്റ്റഡീസ് ഫ്രം ദ UK and Brazil published in JAMA Psychiatry are fueling questions about the origin and trajectory of ADHD, suggesting not only that it can begin in adulthood, but that there may be two distinct symptoms, adult onset ADHD and childhood ADHD. They echo earlier research from New Zealand. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മൾ എവിടെയാണോ ദേ എന്ന് പറയുന്ന പ്രോനൗൺ കാണുന്നത് അതിന് തൊട്ട് മുമ്പിലുള്ള സെൻറ്റൻസ് നമ്മൾ എടുക്കുകയും അതിലെ മെയിൻ നൗൺ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ മറ്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അത്രയും സമയം ഇവിടെ നമ്മൾ ചിലവാക്കേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളും മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യുകയും ആ മാർക്ക് നമ്മുടെ പോക്കറ്റിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റഡീസ് അല്ലേ, അതൊരു മെയിൻ നൗൺ ആയിട്ട് വന്നിരിക്കുക. സ്റ്റഡീസ് ഫ്രം ദ UK and Brazil. അപ്പോൾ സ്റ്റഡീസ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? UK and Brazil. Then again there is a comma, published in JAMA Psychiatry. അപ്പോൾ ആ സ്റ്റഡീസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? JAMA Psychiatryയിൽ അല്ലേ. അപ്പം അവിടെ ഒരു ഫില്ലറാണ് വന്നിരിക്കുന്നത്. ആ സ്റ്റഡിയെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു സ്റ്റഡീനെ ഒന്നുകൂടെ വിശേഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് രീതിയിൽ പബ്ലിഷ് ഇൻ JAMA Psychiatry എന്ന് പറഞ്ഞിരിക്കുക. അപ്പം ആ സ്റ്റഡീസ് അവിടെ ഒരു സബ്ജക്റ്റായിട്ട് നിൽക്കുന്നു. ഇനി അതിൻ്റെ ഒരു വെർബായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആർ ഫുവലിംഗ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്റ്റഡീസ് ആർ ഫുവലിംഗ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ സ്റ്റഡീസ് എന്തോ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലേ, അബൌട്ട് ദ ഒറിജിൻ ആൻഡ് ട്രാജക്ടറി ഓഫ് ADHD. അത് കഴിഞ്ഞ് പിന്നെ ഒരു കോമ ഇട്ടിട്ട് പറയും. അപ്പോൾ ആ സ്റ്റഡീസ് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, സ്റ്റഡീസ് സജസ്റ്റിംഗ് നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ് ക്യാൻ ബിഗിൻ ഇൻ അഡൾട്ട്ഹുഡ്, but that there may be two distinct symptoms, adult onset ADHD and childhood ADHD. ഇനി നമുക്ക് വേറെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പം ഇതിൻ്റെ ആൻസറായിട്ട് നമ്മൾ സ്റ്റഡീസ് എടുത്തു. പിന്നെ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ആ സ്റ്റഡീസ് ആ ദേക്ക് പകരം ഒന്ന് കൊടുത്തു നോക്ക്. അപ്പോൾ ഒരു കറക്റ്റായ ഒരു മീനിങ് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം അത് കറക്റ്റായ ഒരു ഓപ്ഷനാണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റഡീസ് എക്കോ ഏർലിയർ റിസർച്ച് ഫ്രം ന്യൂസിലാൻഡ്. അപ്പം ഈ ന്യൂസിലാൻഡിൽ നിന്നുള്ള പഠനവും കാണിക്കുന്നത് ഒരേ ഐഡിയ അല്ലെങ്കിൽ ഒരേ തീമാണ് എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഈ UK അല്ലെങ്കിൽ ബ്രസീലിൽ നിന്ന് പറഞ്ഞുള്ള പഠനവും ന്യൂസിലാൻഡിൽ നിന്നുള്ള പഠനവും ഒരേ കാര്യമാണ് കാണിക്കുന്നതെന്നാണ് അതിൻ്റെ അത് പറയുന്നത്. നമുക്ക് വേറെ ഒരു ഓർമ്മയോടെ എടുത്തു നോക്കാം. അപ്പം അതിൻ്റെ അകത്ത് ഇൻ എബോവ് പാരഗ്രാഫ് വാട്ട് ഡസ് ദ വേർഡ് ഇറ്റ് റെഫേഴ്സ് ടു. അപ്പോൾ ഇറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, അതും ഒരു പ്രോനൗൺ ആണ്. പക്ഷേ ആ പ്രോനൗൺ എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റിന് വേണ്ടിയായിരിക്കും. അപ്പോൾ ജീവനില്ലാത്ത വസ്തുവിൻ്റെ സിംഗുലർ സബ്ജക്റ്റിന് വേണ്ടിയായിരിക്കും അത് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് ആൻ എൻസൈം, ന്യൂ എവിഡൻസ്, എ കാറ്റബോളിക് സ്റ്റേറ്റ്, എൻഫോഴ്സ് ലാക്ക് ഓഫ് സ്ലീപ്പ്.
അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എല്ലാം സിംഗുലർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഒരു സിംഗുലർ ആയിരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ആ ഇറ്റ് വന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള സെൻറ്റൻസിൻ്റെ മെയിൻ നൗൺ കണ്ടുപിടിക്കുക എന്ന്. അതാണ് ദാറ്റ് വിൽ ബി അവർ ടാസ്ക്. അപ്പോൾ നമ്മൾ ഇറ്റ് കണ്ടു, അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള സെൻറ്റൻസ് നമ്മൾ പോയി നോക്കുവാണ്. അപ്പം എൻഫോഴ്സ് ലാക്ക് ഓഫ് സ്ലീപ്പ് സെൻസ് ദ ബ്രെയിൻ ഇൻ ടു കാറ്റബോളിക് ഓർ എനർജി കൺസ്യൂമിങ് സ്റ്റേറ്റ്. അപ്പം അതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്ന എൻഫോഴ്സ് ലാക്ക് ഓഫ് സ്ലീപ്പ്. അത് കഴിഞ്ഞ് നമുക്ക് കാണാം സെൻസ് എന്ന് പറയുന്ന ആ സെൻറ്റൻസിൻ്റെ വെർബാണ്. അത് സെൻഡ് ചെയ്യുന്ന ബ്രെയിൻ എങ്ങോട്ടാണ്? ഇൻ ടു എ കാറ്റബോളിക് ഓർ എനർജി കൺസ്യൂമിങ് സ്റ്റേറ്റാണ്. അപ്പം ഇത് വളരെ സിമ്പിളായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി എൻഫോഴ്സ് ലാക്ക് ഓഫ് സ്ലീപ്പാണ്. അത് ബ്രെയിനെ സെൻഡ് ചെയ്യുന്നു എങ്ങോട്ട്? എ കാറ്റബോളിക് ഓർ എനർജി കൺസ്യൂമിങ് സ്റ്റേറ്റ്. ഇനി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, അപ്പോൾ ഇറ്റിന് പകരമായി നമുക്കിവിടെ ആൻസറായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എൻഫോഴ്സ് ലാക്ക് ഓഫ് സ്ലീപ്പാണ്. നമ്മളപ്പോൾ അത് കറക്റ്റായിട്ട് ഇറ്റിന് പകരം ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഒരു കറക്റ്റായ ഒരു മീനിങ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണ്. ദിസ് ഈസ് ബിക്കോസ് enforced lack of sleep degrades the energy molecule adenosine triphosphate to produce adenosine monophosphate. സോ നമുക്കൊരു കറക്റ്റായ ഒരു മീനിങ് കിട്ടി നമുക്ക്. ഐ ഹോപ്പ് യു ക്യാൻ ഫോളോ മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യൂ. ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ.